നമ്മളുടെ അടുത്തൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്നിരുന്നു. 3 വർഷം വരെ വളരെ സ്മൂത്തായിട്ട് പോയിരുന്നൊരു റിലേഷൻഷിപ്പായിരുന്നു ആളുടെ. സ്വാഭാവികമായിട്ടും ആളുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഫുള്ളി ഇൻവോൾവ് ആയി പോകുന്നു. എനിക്ക് എത്ര റീച്ച് കിട്ടി, എന്നെ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ പോസ്റ്റിന് ലൈക്ക് കൂടുന്നുണ്ടോ, എനിക്ക് ഫോളോവേഴ്സ് കൂടുന്നുണ്ടോ, എനിക്ക് കൊളാബറേഷൻ വരുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കായി പിന്നീട് ആളുടെ ലൈഫ്. പക്ഷേ അവിടെ ആൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആളിൽ നിന്ന് അറ്റൻഷൻ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലവ് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ട്ണർ അപ്പുറത്ത് ഉണ്ടെന്നുള്ളത് പലപ്പോഴും ആൾ മറന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട അറ്റൻഷനും കെയറൊന്നും കിട്ടാതായപ്പോൾ സോഷ്യൽ മീഡിയ വഴി വന്ന ഒരു റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡും എൻഗേജ്ഡായി. നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, അടുക്കാനാണ് നോക്കുന്നതെങ്കിൽ ഒരു 100 കാരണങ്ങൾ നമുക്കുണ്ടാവും. ഇനി അകലാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു 100 കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. ഇവിടുത്തെ കേസിലും പാർട്ട്ണറിനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു തുടങ്ങി. വേറൊരാളിൽ ഈ എക്സൈറ്റ്മെൻറ്റ് വന്നു തുടങ്ങിയപ്പോൾ അകലാനുള്ള കാരണങ്ങൾ അവിടെ കണ്ടെത്തി തുടങ്ങി. പിന്നീട് ഇവർ തമ്മിൽ ഉണ്ടാവുന്നതെല്ലാം വഴക്കിൽ അവസാനിക്കാനായി. ഒരു ഡിവോഴ്സിൻ്റെ വക്കിലെത്തുന്ന സമയത്താണ് ഇവർ നമ്മളെടുത്ത് വരുന്നത്. ഇവിടെ രണ്ടുപേർക്ക് ഒത്തുപോകാനായിട്ട് മ്യൂച്വലി ഒരു കാരണങ്ങളും ഞങ്ങൾ പിന്നെ കണ്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയക്ക് ഒരു റിലേഷൻഷിപ്പിനെ ഫുള്ളായിട്ട് തകർക്കാൻ പറ്റും. സോ എപ്പോഴും റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെപ്പോഴും ലിമിറ്റ് ചെയ്യണം. ഭർത്താവിനും ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു സ്പേസ് എപ്പോഴും നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം.